ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് പ്രാണായാമം അല്ലെങ്കിൽ ശ്വസന വ്യായാമത്തിലൂടെയാണ്. ശ്വസന വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇരിപ്പിടത്തിൽ കംഫർട്ടബിളായിട്ട് ചെയറിലോ ബെഡിലോ കംഫർട്ടബിളായിട്ട് നട്ടൽ നിവർത്തിക്കൊണ്ട് ഇരിക്കുക. കൈകൾ രണ്ടും പിന്നെ തുടയുടെ മേലെ വെച്ച് വശത്ത് റിലാക്സ് ചെയ്തിരുന്നു കൊണ്ട് ഒരു കൈ ഉയർത്തി അതിൻ്റെ ചൂണ്ടുവിരൽ, അതായത് വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് വലതു ഭാഗത്തെ നാസാദ്വാരം പൊത്തിപ്പിടിച്ച് ഇടതുവശത്തെ മൂക്കിലൂടെ ശ്വാസം പരിപൂർണമായി ഉള്ളോട്ടെടുത്ത് ശ്വാസകോശം പരമാവധി വികസിപ്പിക്കുക. 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ചൂണ്ടുവിരൽ മാറ്റി ഇടതു നാസാദ്വാരത്തെ പൊത്തിപ്പിടിച്ചിട്ട് വലതുവശത്തുകൂടെ അത് പുറത്തേക്ക് വിടുക. അങ്ങനെ പിന്നെ വീണ്ടും കംപ്ലീറ്റ് പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം അതേ മൂക്കിലൂടെ ശ്വാസം, അതായത് വലത്തു ഭാഗത്തുകൂടെ തന്നെ ശ്വാസം പൂർണ്ണമായി ഉള്ളോട്ടെടുത്ത് ശ്വാസകോശം നിറയ്ക്കുക. കുറച്ച് ഫ്യൂ സെക്കൻഡ്സ്, 2-3-4 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ വിരൽ മാറ്റി അത് വലത് നാസാദ്വാരം പൊത്തിപ്പിടിച്ച് ഇടത് മൂക്കിലൂടെ അത് പുറത്തേക്ക് വിടുക, പൂർണ്ണമായും പുറത്തേക്ക് വിടുക. അങ്ങനെ പിന്നെ വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും ഉള്ളോട്ടെടുക്കുക. ശ്വാസകോശം നിറഞ്ഞതിന് ശേഷം നമ്മൾ അല്പം വെയിറ്റ് ചെയ്ത് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് നാസാദ്വാരം അടയ്ക്കുന്നത് മറുവശത്തേക്കാക്കി ഓപ്പോസിറ്റ് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ശ്വസന പ്രക്രിയയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതിനെയും നമ്മുടെ വായു നമ്മുടെ ശ്വാസനാളം വഴി നമ്മുടെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് തൊണ്ട വഴി ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്വാസം ഫില്ല് ചെയ്യുന്നത്, അത് ലങ്സിനെ ഫില്ല് ചെയ്യുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് ഫില്ല് ചെയ്തതിന് ശേഷം അത് ശ്വാസം എങ്ങനെയാണ് വായു പുറത്തേക്ക് വരുന്നതെന്ന് അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെയാവുന്ന സമയത്ത് ഇതിന് ഒരു ധ്യാനത്തിൻ്റെയും കൂടി ഒരു ഇഫക്റ്റ് ഉണ്ടാവും. അപ്പം പ്രാണായാമം പ്ലസ് ധ്യാനത്തിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾക്ക് പരമാവധി നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പെരിഫറിയിലൊക്കെ കൊളാപ്സ് ചെയ്ത് അല്ലെങ്കിൽ ചപ്പിയിരിക്കുന്ന ശ്വാസകോശ എയർ സെല്ലുകളെ വികസിപ്പിക്കാനും പരമാവധി വായുവും ഓക്സിജനും പ്രാണവായുവും നമ്മുടെ രക്തത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കും. അത് നമ്മുടെ മെറ്റബോളിസത്തിനെ ഉദ്ദീപിപ്പിക്കുകയും ഉന്മേഷവും ഊർജ്ജവും തരികയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയൊക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ദിവസേന നമ്മൾ ചെയ്യണം. ഒരു 10 തവണ ഒരു വശത്തേക്കും 10 തവണ മറ്റു ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. കൂടുതൽ സമയം ഉള്ളവർക്ക്, കൂടുതൽ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നവർക്ക് 20-25 തവണ ചെയ്യാവുന്നതാണ്. ഇത് നിത്യേന പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായി ചെയ്യാൻ പോകുന്നത് പാദങ്ങളുടെ വ്യായാമമാണ്. പാദങ്ങളുടെയും കാൽവിരലുകളുടെയും വ്യായാമമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രാണായാമം ചെയ്ത അതേ പൊസിഷനിൽ തന്നെ ഇരിക്കുക. പാദങ്ങൾ അല്പം നിലത്തു നിന്നും ഉയർത്തുക, ഫ്രീ ആക്കി മുന്നോട്ട് ഉയർത്തി പിടിക്കുക. അതിനുശേഷം രണ്ട് പാദങ്ങളുടെയും വിരലുകൾ താഴോട്ട്, അതായത് ഫ്ലെക്സ് ചെയ്യുക എന്ന് പറയും. പാദത്തിൻ്റെ നമ്മുടെ അടിഭാഗത്തേക്ക് മാക്സിമം ഫ്ലെക്സ് ചെയ്യുക, മടക്കുക. എന്നിട്ട് വിരലുകൾ വീണ്ടും മേലോട്ട് നിവർത്തി പാദത്തിൻ്റെ മോൾ ഭാഗത്തേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ഫ്ലെക്സ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ വ്യായാമത്തിൽ കാണിക്കുന്നത് നേരെയാണ് പിടിക്കുന്നത്, താഴോട്ട് വളയ്ക്കുകയും പിന്നെ നേരെ വരുത്തുകയോ ചെയ്യുന്നുള്ളൂ. ആക്ച്വലി അത് മേലോട്ട് കൊണ്ടുവരണം. അത് ചെയ്യുന്ന ആൾക്ക് അത് 100% കുറേ പ്രാവശ്യങ്ങൾ, അത് 100-200 പ്രാവശ്യം തവണ ചെയ്യുമ്പോൾ മാത്രമേ അത് മേലോട്ട് കൊണ്ടുവരാൻ ചിലപ്പം പലപ്പോഴും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ 50 തവണയാണ് ചെയ്യേണ്ടത്. 13, 14, 15, 16, 17, 18, 19, 20 ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാൽ വിരലുകളുടെ മൂവ്മെൻറ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. കണ്ണടച്ചുകൊണ്ട് ചെയ്യണം. 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50 അങ്ങനെ 50 തവണ ചുരുങ്ങിയത് ചെയ്യുക. ഇനി അടുത്ത വ്യായാമം, പാദങ്ങൾ നമ്മുടെ കണങ്കാലിൻ്റെ ജോയിൻറ്റിന് ആക്സസ് ആക്കി വെച്ചുകൊണ്ട്
താഴോട്ടും താഴോട്ട് മടക്കുകയും മേലോട്ട് ഉയർത്തുകയും ചെയ്യുക. ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയും. ആ മൂവ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഇതും 50 പ്രാവശ്യം നമ്മൾ ചെയ്യണം. ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 2 3 4 5 6 7 8 9 10. ഇത് ചെയ്യുന്ന സമയത്ത് താഴോട്ട് മാക്സിമം ടൈറ്റായിട്ട് താഴോട്ട് വളയ്ക്കുക. മേലോട്ട് കൊണ്ടുവരുമ്പോൾ അതുപോലെ മാക്സിമം ടൈറ്റ്നെസ്സിലേക്ക് കൊണ്ടുവരണം. 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. അങ്ങനെ 50 പ്രാവശ്യം നമ്മൾ അത് പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത വ്യായാമത്തിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമ്മൾ പാദങ്ങൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആംഗിൾ ജോയിൻറ്റിൽ റൊട്ടേറ്റ് ചെയ്യുക. അത് ഉൾവശത്തേക്കും, അതായത് രണ്ട് കാലുകളും ഓപ്പോസിറ്റ് വശങ്ങളിലേക്ക് പുറം ഭാഗത്ത് പുറത്തേക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ അത് അകം ഭാഗത്തേക്ക് തിരിച്ചും അങ്ങനെ 50 പ്രാവശ്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം അത് തുടങ്ങാം നമുക്ക്. ആദ്യം നമുക്ക് പാദങ്ങൾ ഉള്ളിലൂടെ പുറത്തേക്ക് കറക്കാൻ ശ്രമിക്കാം. 1 2 3 4 5 6 7 8 9 10. അത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിന്നെ പറ്റുന്ന സർക്കിളിൽ നമ്മൾ വളയ്ക്കണം. ആംഗിൾ മൂവ് ചെയ്യിപ്പിക്കൽ ആംഗിളിൽ ഫിക്സ് ചെയ്തുകൊണ്ട് പാദങ്ങളാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് കാല് കുറച്ച് ഫറ്റിഗ് വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണുന്ന പോലെ ഈസി അല്ല. പക്ഷേ അത് കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് പൂർണ്ണമായും ചെയ്യാനുള്ള കഴിവ് വരും. ഇനി അടുത്തത് ഉള്ളിലോട്ട് തിരിച്ച് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുക. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതായത് തള്ളവിരൽ കൊണ്ട് വായിൽ വട്ടം വരയ്ക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. ഇത് നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ അതൊരു കൺഫ്യൂഷൻ വരും. അതൊരു ഫറ്റിഗ് വരുന്നതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും വളയ്ക്കാൻ പറ്റാത്തത്. ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അങ്ങനെ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദങ്ങളെ കാഫ് മസിൽസുകളുടെ എക്സസൈസാണ്. നിന്നിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ നേരെ നിവർന്ന് നിൽക്കുക, കൈകൾ രണ്ടും വശങ്ങളിൽ വയ്ക്കുക, കണ്ണടച്ച് പിടിക്കണം ആക്ച്വലി. എന്നിട്ട് പാദത്തിൻ്റെ മുൻഭാഗം തൂന്നി നമ്മൾ ശരീരം ഉയർത്തണം. അങ്ങനെ ഒരു 50 പ്രാവശ്യം നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ കാഫ് മസിലുകൾ, അതുപോലെ തന്നെ പാദത്തിൻ്റെ മസിലുകൾ, പാദത്തിനുള്ളിലുള്ള മസിലുകളൊക്കെ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത എക്സസൈസിൽ തന്നെ പാദങ്ങളുടെ ചെറിയ മസിലുകളൊക്കെ, പാദത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ മസിൽ, സാധാരണ ഗതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യാത്ത മസിലുകൾക്കും ആ വ്യായാമം ലഭിക്കും. ഇവിടെ അതിനും ആ ചെറിയ മസിലുകൾക്കും പ്ലസ് നമ്മുടെ കാഫ് മസിലുകൾക്കും ഒക്കെ തന്നെ വ്യായാമം കിട്ടും. അപ്പം അത് ആണ് ഇനി ചെയ്യുന്നത്. അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മുടെ മടമ്പ് ഭാഗം, ഉപ്പൂറ്റി ഭാഗം പൊക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ.
ഓക്കെ. കൈകൾ വേണമെങ്കിൽ നമുക്ക് അരക്കെട്ടിൽ കുത്തിപ്പിടിക്കാം, ഊന്നിപ്പിടിക്കാം. 1, 2, മാക്സിമം പൊങ്ങുക. 4, 5, 6, 7, 8, 9, 10, 11. ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ണടച്ച് നമ്മൾ ആ മൂവ്മെൻറ്റിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പോഴേ അതിന് ഒരു ധ്യാനത്തിൻ്റെയും കൂടെ ഒരു കോൺസെൻട്രേഷൻ്റെ ഫോക്കസിൻ്റെയും കൂടി ഇഫക്റ്റ് കിട്ടുള്ളൂ. 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അങ്ങനെ 50 പ്രാവശ്യം നമ്മൾ ഇത് ചെയ്ത് പൂർത്തിയാക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാദം മുൻഭാഗം ഉയർത്തുക. ഉപ്പൂറ്റിയിൽ ഊന്നിയിട്ട് മുൻഭാഗം, പാദത്തിന് മുൻഭാഗം ഇപ്പം ചെയ്തതുപോലെ ഊന്നുക. അത് രണ്ടും കൂടി ഒരേ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ബാലൻസ് പോകാൻ സാധ്യതയുണ്ട്. ഓരോന്നും മാറി മാറി ചെയ്യുക. അപ്പോൾ ഓരോ പാദത്തിലും 50 പ്രാവശ്യം വീതം എക്സസൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ ടോട്ടൽ 100 എണ്ണമാണ് ചെയ്യുന്നത്. ഇതും ഇതേപോലെ തന്നെ നിന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഉത്തമം. ഓക്കെ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് പാദത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35. കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. 42, 43, 44, 45, 46, 47, 48, 49, 50. സ്പീഡ് കുറച്ചിട്ടും ചെയ്യാവുന്നതാണ്, സൗകര്യം പോലെ. 58, 59, 60, 61, 62, 63, 64, 65. കുറച്ച് കഴിയുമ്പോൾ ഫെറ്റിഗ് ആവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ കാലിൻ്റെ മുൻഭാഗത്തെ മസിലുകൾക്കാണ് ഇത് കൂടുതൽ ഊർജ്ജം കൊടുക്കുന്നത്. മുൻഭാഗത്തെ സാധാരണഗതിയിൽ നമ്മൾ അധികം എക്സസൈസ് ചെയ്യാത്ത മസിലാണത്. അതിന് നല്ല ആരോഗ്യവും എക്സസൈസും ലഭിക്കും. അത് 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86. കുറച്ച് ക്ഷീണിക്കുന്ന പോലെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. അത് സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ഉന്മേഷത്തോടുകൂടി തന്നെ ചെയ്യാൻ പറ്റുന്നത്. പരിചയമില്ലാത്തവർക്ക് വേണം ആദ്യം തുടക്കത്തിൽ കുറച്ച് എണ്ണം കുറച്ച് ചെയ്യാവുന്നതും ആണ്. ഓക്കെ. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള ധ്യാനമാണ്. അത് നമ്മൾ കണ്ണുകൾ അടച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ തുടക്കക്കാർക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടി കണ്ണുകൾ അടയ്ക്കാതെ ചെയ്യാം. അത് ഒരു കാല്, അതായത് ആദ്യം വലത്ത് കാലിൽ ഊന്നി ഇടതുകാല് പൊക്കി, ഇടതുകാല് പിന്നെ മടക്കി കാൽമുട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ കൈ രണ്ടും മേലോട്ട് ഒരു നമസ്കാരം പറയുന്ന പോലെ തലയ്ക്ക് മുകളിലേക്ക് തലയ്ക്ക് 2 സൈഡിലൂടെയും കൈ പൊക്കി മേലെ നമ്മളൊരു നമസ്കാരം രൂപത്തിൽ വെക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് നിൽക്കാൻ പറ്റുന്നതാണ് ഭംഗി. ഇതിൽ കാണിക്കുന്നത് കണ്ണുകൾ തുറന്നു വെക്കുന്നതാണ്. കാരണം അത് ഡെമോൺസ്ട്രേഷൻ സമയത്ത് ബാലൻസ് പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ, കണ്ണടച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കാവുന്നതാണ്. പക്ഷേ ആദ്യം തന്നെ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുള്ളവരൊന്നും അങ്ങനെ ചെയ്യരുത്. പിന്നെ വീണാൽ തന്നെ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോയാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വിധത്തിൽ നിന്ന് ചെയ്യുന്നതാണ് കണ്ണടച്ച് ചെയ്യുന്നത് നല്ലത്. ആദ്യം നമ്മൾ കുറച്ച് കാലം കണ്ണടയ്ക്കാതെ നിന്ന് ശീലിക്കണം. ഇങ്ങനെ ഒറ്റക്കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു 100 വരെ എണ്ണുന്നത് വരെയോ അല്ലെങ്കിൽ മനസ്സിലൊരു പ്രാർത്ഥന ചൊല്ലി തീരുന്നത് വരെയോ അങ്ങനെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റേ കാലിലേക്ക് മാറുക. ഇടത്ത് കാലിൽ നിൽക്കുക, വലത് കാല് മടക്കി മുട്ടിനടുത്ത് വയ്ക്കുക. മുട്ടിനോട് ചേർത്തിട്ടോ ഏത് സൗകര്യം പോലെ വയ്ക്കാവുന്നതാണ്. കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈകൂപ്പുന്ന രീതിയിൽ രണ്ടും അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിൽ ഒന്നുകിൽ കണ്ണടച്ചൊരു പ്രാർത്ഥന ചൊല്ലുക, കണ്ണ് തുറന്നിട്ടോ പ്രാർത്ഥന മനസ്സിൽ ചൊല്ലുക, അല്ലെങ്കിൽ എണ്ണുക. സൗകര്യാർത്ഥം നമ്മുടെ ആ സമയം, ഒരു നിശ്ചിത സമയം, നമുക്ക് പറ്റുന്ന അത്രയും സമയം വയ്ക്കുക. ആ സമയം ഒരു 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. കഴിവിനനുസരിച്ച് നമ്മൾ അത് കുറച്ച് നീട്ടി കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ ബാലൻസിങ് പ്രോസസ്സ്, അതായത് കാലിനടിയിൽ നിന്നും ഞരമ്പുകൾ തലച്ചോറ് വരെ എത്തിയിട്ടാണ് നമ്മൾ ആ സെൻസേഷൻസ് പോയിട്ടാണ് നമ്മളെ ബാലൻസിങ് നിയന്ത്രിക്കുന്നത്. ഇതിനൊക്കെ പ്രമേഹ രോഗികൾക്കൊക്കെ പ്രത്യേകിച്ച് ഞരമ്പുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കണ്ണടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം.
കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾക്കൊക്കെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ അത് എന്താ പറയുക കുറച്ചുകൂടിയും ഊർജ്ജസ്വലമാക്കും. ഇത് ശക്തി കുറഞ്ഞ ഞരമ്പുകളൊക്കെ കുറച്ചുകൂടി ഉദ്ദീപിപ്പിക്കും. അതുപോലെ തന്നെ ബാലൻസിങ് പ്രോസസ്സ് തലച്ചോറിൻ്റെ സെറിബെല്ലം മുതൽ മറ്റ് എല്ലാ ഭാഗങ്ങളിലുള്ള ബാലൻസിങ് സിസ്റ്റത്തിനെ അത് നട്ടലിനുള്ളിലൂടെയുള്ള സുഷുമ്നാ നാഡിയുടെ കൂടെ വരുന്ന ഞരമ്പുകളെയൊക്കെ തന്നെ അത് ഉദ്ദീപിപ്പിക്കും. അത് ഒരു വളരെ നല്ലൊരു എക്സസൈസാണ്. അതിലും ധ്യാനവും ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ കോർ മസിൽസിനും കാലിൻ്റെ മസിൽസിനും ഒക്കെ തന്നെ കൈ മസിൽസിനും ഒക്കെ അതിലൂടെ വ്യായാമം ലഭിക്കുന്നുണ്ട്. നമ്മൾ വ്യായാമമാണ് എന്ന് മനസ്സിലാവാതെ തന്നെ ആ എല്ലാ മസിലുകൾക്കും കാലിൻ്റെ പാദം മുതൽ കൈ വരെയുള്ള എല്ലാ മസിലുകൾക്കും അവിടെ കുറച്ച് എക്സസൈസ് ലഭിക്കുന്നുമുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് കഴുത്തിൻ്റെ വ്യായാമമാണ്. നിവർന്ന് നിന്നിട്ട് കൈകൾ രണ്ട് ഇരുവശത്തും വെക്കുക. കണ്ണുകൾ അടച്ചു പിടിക്കുകയാണ് നല്ലത്. കണ്ണുകൾ അടച്ചു പിടിച്ചിട്ട് ആദ്യം തല മേലോട്ട് പൂർണ്ണമായിട്ടും പിൻഭാഗത്തേക്ക് ചരിക്കുക. പിന്നീട് സാവകാശം മുൻഭാഗത്തേക്ക് കൊണ്ടുവരിക. അത് നമുക്ക് കുറച്ച് സ്ട്രെച്ച് ചെയ്യാവുന്ന രീതിയിൽ, ഒന്നുകിൽ കഴുത്ത് വേദനയുള്ള ആൾക്കാർക്ക് സെർവിക്കൽ സ്പോണ്ടലോസിസ് പോലത്തെ വേദന അങ്ങനെ എന്തെങ്കിലും ആൾക്കാർക്ക് മുന്നോട്ട് ചരിക്കുന്നത് കുറച്ച് കുറയ്ക്കാം, മുന്നോട്ട് വളയ്ക്കുന്നത്. പകരം കഴുത്ത് നേരെ എത്തിച്ചതിന് ശേഷം ഇരുവശങ്ങളിലേക്കും ഇടത്തോട്ടും വലത്തോട്ടും കഴുത്ത് ഇതിൽ കാണുന്ന പോലെ തിരിക്കുക. തിരിക്കുമ്പോൾ കഴുത്ത് നന്നായി സ്ട്രെച്ച് ആവണം. സാവകാശമായി ചെയ്യാവുള്ളൂ, സ്പീഡിൽ ചെയ്യരുത്. സ്ട്രെച്ച് ചെയ്തിട്ട് പരമാവധി സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ വശങ്ങളിലേക്ക് ചരിക്കുക. ഇടതുവശത്തേക്ക് പിന്നെ വലതുവശത്തേക്ക് മാറി മാറി ചരിക്കുക. അങ്ങനെ അത് കഴിയുന്നത്രയും സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ മസിൽസിന് സെർവിക്കൽ സ്പൈനിൻ്റെ ചുറ്റുമുള്ള എല്ലാ മസിലുകൾക്കും അത് നമ്മൾ വ്യായാമം ലഭിക്കും. കഴുത്തിൻ്റെ സെർവിക്കൽ ഡീജനറേറ്റീവ് ഡിസീസ് അല്ലെങ്കിൽ സ്പോണ്ടൈലോസിസ് പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ കഴുത്തിൻ്റെ മസിലുകൾ, അതായത് സെർവിക്കൽ സ്പൈനിൻ്റെ ചുറ്റുമുള്ള മസിലുകളെ ശക്തി കൂട്ടാൻ വേണ്ടി ഇത് ഉപകരിക്കും. അത്തരം അസുഖങ്ങൾക്ക് അത് ഗുണം ചെയ്യും. പക്ഷേ സിവിയർ ആയിട്ടുള്ള ഡീജനറേറ്റീവ് ഡിസീസുള്ള ആൾക്കാർക്ക്, നമ്മൾ ഓസ്റ്റിയോഫൈറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മുൻഭാഗത്തേക്ക് വല്ലാതെ ചരിക്കരുത്. അത് സുഷുമ്നാ നാഡിക്ക് ചിലപ്പോൾ ക്ഷതമേൽപ്പിക്കും. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രശ്നമുള്ള അക്യൂട്ട് ഡിസ്ക് ഉള്ള ആൾക്കാർക്ക്, അതായത് ഭയങ്കര പെയിൻഫുൾ ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഈ വ്യായാമം അങ്ങനെ ചെയ്യരുത്. അത് മറ്റൊരു വിധത്തിലുള്ള വ്യായാമമാണ് അതിന് ചെയ്യേണ്ടത്. മൂവ്മെൻറ്റ്സ് ഇല്ലാതെ റെസിസ്റ്റൻസ് എക്സസൈസ് ആക്കിയിട്ട് ചെയ്യാനുള്ളതാണ്. അത് വേറെ. ഇത് വേദന ഇല്ലാത്ത സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് 4 വശങ്ങളിലേക്കും പിന്നോട്ട് മുന്നോട്ട് 2 വശങ്ങളിലേക്ക് തിരിക്കുകയും 2 വശങ്ങളിലേക്ക് ചരിക്കുകയും ചെയ്യുന്ന എക്സസൈസ് 10 തവണ ആവർത്തിക്കുക. 5 വശങ്ങളിലേക്ക് ഇടത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ വലത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. നേരെ കൊണ്ടുവരിക. ഓരോ മൂവ്മെൻറ്റിന് ഇടയ്ക്ക് തല നേരെ കൊണ്ടുവരണം. പിന്നെ വശങ്ങളിലേക്ക് ചരിക്കുക. മറുവശത്തേക്ക് ചരിക്കുക. നേരെ വയ്ക്കുക. പിന്നോട്ട് ചരിക്കുക. പിന്നോട്ട് മാക്സിമം വളയ്ക്കുക. സ്ട്രെച്ച് ചെയ്യുക. കഴുത്തിൻ്റെ മുൻഭാഗത്ത് നമുക്കൊരു സ്ട്രെച്ച് വരുന്നവർ വളയ്ക്കണം. വശങ്ങളിലേക്ക് വീണ്ടും തിരിക്കുക. ഇതൊക്കെ കണ്ണടച്ചുകൊണ്ട് ചെയ്യണം. നമ്മൾ ചുറ്റുപാടിൽ ശ്രദ്ധിക്കാതെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ് മാത്രം ശ്രദ്ധിക്കുക. കഴിയുന്നതും ഇത്തരം വ്യായാമം ചെയ്യുമ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള, നമ്മൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. നമ്മളുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. രാവിലെ നമ്മൾ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വ്യായാമമാണ് ഈ മെഡിറ്റേഷണൽ എക്സസൈസ് ട്രെയിനിങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ തന്നെ ബെഡ്റൂമിൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പോലും, നമ്മൾ വീട്ടിൽ വെച്ച് മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ രാത്രി തങ്ങുന്ന റൂം ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ റൂമിൽ വെച്ച് തന്നെ ഇത് ഒരു 30-40 മിനിറ്റ് കൊണ്ട് ഈ മുഴുവൻ വ്യായാമങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. അതുമൂലം വ്യായാമം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പലരും വ്യായാമം ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എക്സ്ക്യൂസസ് ആയിട്ട് കാണുന്നത് ക്ലൈമറ്റ്സ്, യാത്ര, മഴ, വെയിൽ, അല്ലെങ്കിൽ തെരുവ് പട്ടികളുടെ പ്രസൻസ്, ഇങ്ങനെ പലതരം എക്സ്ക്യൂസസ് ഉണ്ടാവും. ഇത്തരം എക്സ്ക്യൂസുകളൊന്നും ഇതിനെ ബാധിക്കില്ല, ഈ വ്യായാമ മുറയെ ബാധിക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല, നമ്മൾ പ്രഭാതത്തിൽ തന്നെ ഇത് ചെയ്തു തുടങ്ങുക. ഈവനിങ്ങിൽ ഈ വ്യായാമങ്ങളൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ സമയമുള്ളവർക്ക് വളരെ നല്ലതാണ്.
അപ്പോൾ നമ്മുടെ ദിനം തുടങ്ങുന്നത് തന്നെ, ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ ഊർജ്ജത്തോടു കൂടിയായിരിക്കും. അന്നത്തെ എല്ലാ കർമ്മങ്ങൾക്കും നമുക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കും. അത് ചെയ്ത് ശീലമുള്ളവർക്ക് അത് അനുഭവമാണ്. നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇത് സാവകാശം, ഇതിന് കുറച്ച് സമയമെടുക്കും. സാവകാശം ചെയ്യണം, ധൃതിയിൽ ചെയ്യേണ്ട, ചെയ്യുക. ഇത് കുറച്ചുകൂടി ഇപ്പോൾ ഇതിൽ കാണിക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി സ്പീഡിൽ വേണമെങ്കിൽ നമുക്കത് ചെയ്ത് തീർക്കാവുന്നതാണ്. കാരണം ഇത് വളരെ സ്ലോ ആക്കണമെന്നില്ല. ഇതിലിപ്പോൾ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണിത് നമ്മൾ ഇത്രയും സ്ലോ ആക്കിയിട്ട് കാണിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നമ്മൾ 10 തികച്ചു. അടുത്ത വ്യായാമം നമ്മൾ ടോർസോ, അതായത് നമ്മുടെ ശരീരം, ട്രങ്ക് വശങ്ങളിലേക്ക് തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് കൈ രണ്ടും ഷോൾഡർ ഉയരത്തിൽ, മുട്ടുകൾ പൊക്കി, മുൻഭാഗം വിരലുകൾ, രണ്ട് കൈയുടെയും വിരലുകൾ മുഖാമുഖം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ വശങ്ങളിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അരക്കെട്ടിൻ്റെ മുകളിൽ മാത്രം ശരീരം തിരിക്കുക. മുട്ടോ കാലിൻ്റെ താഴെ ഭാഗങ്ങളോ തിരിക്കേണ്ടതില്ല. അത് കാൽ രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് അകത്തി വെച്ചിട്ട്, ഷോൾഡർ അകലത്തിൽ അകത്തി വെക്കുന്നതായിരിക്കും നല്ലത് തിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് ആദ്യം ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കാം വശങ്ങളിലേക്ക്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് തലകറക്കത്തിൻ്റെ അസുഖമുള്ളവർ, അല്ലെങ്കിൽ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവർക്ക് തല കറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ ചെയ്യേണ്ട, കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താൽ മതി. സാവകാശം ചെയ്താലും മതി. സ്ട്രെച്ച് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അങ്ങനെ നമുക്ക് കഴിയുന്നത്ര ചെയ്യുക. അപ്പോൾ ഒരു 15, 20, 25, 30 തവണ അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ചെയ്യുക. ക്ഷീണിക്കുമ്പോൾ നിർത്തുകയും ചെയ്യാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈകളുടെ വ്യായാമമാണ്. കൈകൾ രണ്ടും ഷോൾഡർ ഉയരത്തിൽ മുന്നോട്ട് പാരലായിട്ട് ഉയർത്തി പിടിക്കുക. മുഷ്ടികൾ ചുരുട്ടി പിടിക്കുക, കുറച്ച് ടൈറ്റാക്കി പിടിക്കുക. കൈകൾ ഷോൾഡർ ഭാഗത്തെ മസിലുകൾ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് സാവകാശം റിസ്റ്റ് മാത്രം നമ്മൾ 2 കൈയുടെയും റിസ്റ്റുകൾ പുറത്തും ഭാഗത്തേക്കും ഉൾഭാഗത്തേക്കും ഒരു 50 തവണ വീതം കറക്കുന്നതാണ് ഈ വ്യായാമം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ വ്യായാമങ്ങളെല്ലാം തന്നെ കണ്ണടച്ച് 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31. പൂർണ്ണമായ ഒരു വട്ടത്തിൽ കറക്കണം. ശരിക്കും കുറച്ചുകൂടി കറക്കണം. 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. പിന്നെ തിരിച്ച് മറുഭാഗത്തേക്ക്, ഉൾഭാഗത്തേക്ക്. ഇതിപ്പോൾ നമ്മൾ പുറം ഭാഗത്തേക്കാണ് കറക്കിയിരിക്കുന്നത്. തിരിച്ച് ഉള്ളോട്ട് കറക്കുക. 1, 2, 3, 4, 5, 6. ഫറ്റിഗ് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് പൂർണ്ണമായി ചിലപ്പം കറക്കാൻ കണ്ണടച്ച് നമുക്ക് കാണുന്നില്ലെങ്കിൽ, ശ്രദ്ധ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ശീലിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി അത് പറ്റും. അത് മണിബന്ധത്തിൻ്റെ ആക്സിസ് ആക്കിക്കൊണ്ട് റിസ്റ്റ് മാത്രം കറക്കുക. കൈ മൊത്തത്തിൽ ഷോൾഡർ ഭാഗത്ത് നിന്ന് സ്റ്റിഫാക്കിയിട്ട് പിടിക്കുക. അപ്പോൾ നമുക്ക് മൊത്തം ആ ഫോറാം മസിൽസിന് നല്ല വ്യായാമം കിട്ടും. മണിബന്ധത്തിന് വ്യായാമം കിട്ടും. നമ്മുടെ കൈകൾക്ക് വ്യായാമം കിട്ടും. ഷോൾഡറിന് വ്യായാമം കിട്ടും. അപ്പറാമിന് വ്യായാമം കിട്ടും. അത് അങ്ങനെ ഒരുവിധക്കും നമ്മൾക്ക് എക്സസൈസും വ്യായാമവും കിട്ടും. ഓക്കെ, അങ്ങനെയാണ് അത്. കൈകളുടെ തന്നെ വ്യായാമമാണ്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ 30 ഡിഗ്രി വീതം മുൻഭാഗത്തേക്ക്, 30 ഡിഗ്രി വശങ്ങളിലേക്ക്, 30 ഡിഗ്രി പിൻഭാഗത്തേക്ക്, പിന്നെ 90 ഡിഗ്രി വശങ്ങളിലേക്ക്, 90 ഡിഗ്രി മുൻഭാഗത്തേക്ക്, ഒരു 120 ഡിഗ്രി വശങ്ങളിലേക്കും 180 ഡിഗ്രി മുകൾ ഭാഗത്തേക്കും കൈകൾ വ്യത്യസ്തമായി പല
ആംഗിളുകളിലായിട്ടാണ് നമ്മൾ ഒരേ തരം വ്യായാമം ചെയ്യുന്നത്. ഇത് കൈകൾ ഷോൾഡർ ഭാഗത്ത് നന്നായിട്ട് ഉറപ്പിച്ച് പിടിച്ചുകൊണ്ട് ഓരോ ഞാൻ ഈ പറഞ്ഞ ആംഗിളുകളിലൊക്കെ നിവർത്തി മുഷ്ടി ചുരുട്ടി പിടിച്ച് ചെറുവട്ടങ്ങളിലായിട്ട് തിരിക്കുകയാണ് ചെയ്യുക. ചെറിയ വട്ടങ്ങളിൽ മാത്രം മുഷ്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക, കൈ ഷോൾഡറിൽ ആക്സസ് ആക്കി വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ കൈകളുടെ മൊത്തം കൈകളുടെ മസിലുകൾക്കും ഷോൾഡർ മസിലുകൾക്കും പെക്ടറൽ മസിൽ, അതായത് നെഞ്ചിൻ്റെ മസിലുകൾക്കും പുറംഭാഗത്തെ ഷോൾഡറുടെ ഭാഗത്തുള്ള മസിലുകൾക്കൊക്കെ തന്നെ നമുക്ക് കഴുത്തിൻ്റെ സൈഡിലുള്ള മസിലുകൾക്കും എല്ലാം തന്നെ വ്യായാമം ലഭിക്കും ഇതിന്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇതിൽ ചെറിയ ഇംപെർഫെക്ഷൻ, തുടക്കക്കാരനായതുകൊണ്ട് ഇത് ചെയ്യുന്നയാൾ ഒരു യോഗ പ്രാക്ടീഷണറാണ്. പക്ഷേ യോഗയിൽ ഉള്ള എക്സസൈസ് അല്ല ഇത് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആൾക്കിത് പുതിയതാണ്. അതുപോലെ അപ്പോൾ നമ്മളൊക്കെ തുടങ്ങുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാം തുടങ്ങുന്ന സമയത്തുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ മുൻഭാഗത്തേക്ക് കൈകൾ 30 ഡിഗ്രി മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. കൈകൾ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിഫാക്കി വെക്കണം. കൈ സ്റ്റിഫാക്കി വെക്കുക, ഷോൾഡർ ഭാഗം മുതൽ സ്റ്റിഫാക്കി വെക്കുക. എന്നിട്ട് സാവകാശം പുറത്തേക്ക് തിരിക്കാൻ തുടങ്ങുക. ചെറിയ വട്ടത്തിൽ ഒരു 10 ഡിഗ്രി 15 ഡിഗ്രി മതി. അങ്ങനെ തിരിച്ചുകൊണ്ട് 1 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ഇത് നമുക്ക് 50 വരെ ചെയ്യാം. 50 വരെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തിരിച്ച് ഉൾഭാഗത്തേക്കൊക്കെ തിരിക്കുക. 6 7 8 9 10 11 സൈഡിലേക്കല്ല, ഇത് വട്ടത്തിലാണ് ചെയ്യേണ്ടത്. ആ കാണിക്കുന്നതിൽ ചെറിയൊരു അപാകതയുണ്ട്. അത് നമ്മൾ കണ്ണടച്ച് ചെയ്യുന്ന ആൾക്ക് ചെറുങ്ങനെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ശരിയായ സർക്കിളിലാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കൈ സ്റ്റിഫാക്കി പിടിച്ചുകൊണ്ട് തന്നെ, ലൂസാക്കരുത്. അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു 50 പ്രാവശ്യം ഉള്ളിലോട്ടും ചെയ്യുക. പിന്നെ ശരീരത്തിൻ്റെ വശങ്ങളിലേക്ക് കൈകൾ ഒരു 30 ഡിഗ്രി അകലത്തിൽ സ്റ്റിഫാക്കി പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ചെറിയ വട്ടത്തിൽ നമ്മൾ തിരിക്കുക. പുറത്തേക്കും അകത്തേക്കുമായിട്ട് തിരിക്കുക. അപ്പോൾ അങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. അത് 50 വരെ ചെയ്യാം. നമ്മളിതിൽ കുറച്ചെണ്ണം കുറച്ചിട്ടാണ് കാണിക്കുന്നത്, ഡെമോൺസ്ട്രേഷൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടി. 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അപ്പോൾ ഇനി കൈകൾ പിന്നോട്ട് പരമാവധി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അത് 30 ഡിഗ്രി വന്നോളം എന്നില്ല, ചിലർക്ക് 15 ഡിഗ്രിയോ 20 ഡിഗ്രി അത്രയും എത്തുന്നത് വെച്ചാൽ 2 കൈകളും ബാക്കോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഇതേ വ്യായാമം റിപ്പീറ്റ് ചെയ്യുക. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 20 അങ്ങനെ 50 തവണ ചെയ്യുന്നതാണ് നല്ലത്. തിരിച്ച് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടും ഇതേപോലത്തെ കറക്കുക, അതേ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ. ഈ എക്സസൈസിന് നമ്മളുടെ കൈകളുടെ അപ്പർ ആമിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ട്രൈസെപ്സ് മസിൽസിനും പെക്ടറൽ മസിൽസിനും ഡെൽറ്റോയിഡ് മസിൽസിനും ട്രപ്പീസിയസിനും നമ്മൾ അതായത് ഷോൾഡർ പ്ലേറ്റിൻ്റെ ഭാഗത്തുള്ള മസിൽസിനൊക്കെ തന്നെ വ്യായാമം കിട്ടുന്നതാണ്. ഇനി നേരെ 90 ഡിഗ്രി വശങ്ങളിലേക്ക് വെച്ചുകൊണ്ട് കൈ സ്റ്റിഫാക്കി പിടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി വെച്ച് ചെറിയ വട്ടത്തിൽ കറക്കുക. ആദ്യം പുറം ഭാഗത്തേക്ക് പിന്നെ അകംഭാഗത്തേക്കുമായിട്ട്. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. പിന്നെ തിരിച്ചും ഉൾഭാഗത്തേക്ക് കറക്കുക. 6 7 8 9 10 11. ഇതിൽ 25 തവണ 30 തവണയൊക്കെ ഇത് കാണിക്കുന്നുള്ളൂ. ആക്ച്വലി 50 തവണ ചെയ്യുക. പിന്നെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ കഴിവിനനുസരിച്ച് തുടക്കക്കാർക്ക് 25 തവണ ചെയ്യാനേ പറ്റുണ്ടായിരുന്നു. കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവന്ന് 25 30 35 അങ്ങനെ ആക്കിയിട്ട് 50 തവണ വരെ അത് ചെയ്യാൻ ശ്രമിക്കുക.
ഇനി നേരെ മുൻഭാഗത്തേക്ക് 90 ഡിഗ്രിയിൽ കൈ നീട്ടിപ്പിടിച്ച് സ്റ്റിഫാക്കി പിടിച്ച് ആദ്യം നമ്മുടെ റിസ്റ്റിൻ്റെ എക്സസൈസ് ചെയ്ത പോലെ തന്നെ അതിന് പകരം ഇത് കൈകൾ മൊത്തത്തിൽ ചെറിയ വട്ടത്തിൽ തിരിക്കുന്നതാക്കുക. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത് കണ്ണുകൾ അടച്ച് ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്ന ആൾക്ക് എത്ര വട്ടത്തിൽ കറങ്ങണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിലത് അതിന് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാവണം എത്ര വട്ടത്തിലാണ് കറക്കണമെന്ന്. ഇനി അത് തിരിച്ച് വീണ്ടും ഉൾഭാഗത്തേക്ക്, ആദ്യം പുറം ഭാഗത്തേക്ക് തിരിക്കുക, പിന്നെ ഉൾഭാഗത്തേക്ക് കറക്കുക. ഒക്കെ സ്റ്റിഫാക്കി പിടിച്ചുകൊണ്ടായിരിക്കണം. അപ്പോഴേ മസിൽസിന് ആ വ്യായാമം ലഭിക്കുള്ളത്. നമ്മളിത് എക്സസൈസ് തന്നെ ഫോക്കസ് ചെയ്ത് കണ്ണടച്ച് പിടിക്കുന്നുണ്ട്. ഇതിനൊരു ധ്യാനത്തിൻ്റെയും കൂടി ഒരു ഇഫക്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ കൈകൾ ഉയർത്തിയിട്ടൊരു 120 ഡിഗ്രി, അതായത് ഫുൾ മേലോട്ടല്ല, 90-ൻ്റെയും 180-ൻ്റെയും ഇടയ്ക്കുള്ളൊരു ഡിഗ്രിയിൽ രണ്ട് വശങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് ഇതേ വ്യായാമം ചെയ്യുക. അപ്പം ആദ്യം പുറം ഭാഗത്തേക്ക് കറക്കുക. 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. പിന്നെ തിരിച്ച് അകംഭാഗത്തേക്കും കറക്കുക. ഇതെല്ലാം 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അങ്ങനെ 50 തവണ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. പിന്നെ നേരെ കൈകൾ തലയുടെ 2 വശങ്ങളിലും നേരെ ഉയർത്തിപ്പിടിച്ച് 180 ഡിഗ്രി ഉയർത്തിപ്പിടിച്ച് ചെയ്യുക. 5, 6, 7, 8. ആദ്യം പുറത്തേക്കും പിന്നെ അകത്തേക്കുമായിട്ട്. 11, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. പിന്നെ തിരിച്ച് ഉൾഭാഗത്തേക്കും 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. നമ്മൾ ഒരുപാട് വട്ടത്തിൽ കറക്കേണ്ട, ചെറിയ വട്ടങ്ങളിൽ മതി ശരിക്കും സത്യം പറഞ്ഞാൽ. പിന്നെ സാവകാശം കൈകൾ താഴ്ത്തി കൊണ്ടുവന്ന് ശ്വാസം വലിക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ ശ്വാസം അയച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഘട്ടത്തിലും നമ്മൾ ശ്വാസം പിടിച്ചു വെക്കരുത്. ശ്വാസം സാവകാശം ഉള്ളോട്ടും പുറത്തേക്കും വിട്ടുകൊണ്ടേയിരിക്കണം. അതാണ് ഈ വ്യായാമത്തിൻ്റെ പ്രത്യേകത. അതിൽ നമ്മൾ ഒരിക്കലും ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഇത്തരം എക്സസൈസുകൾ ചെയ്യരുത്. അത് ശരീരത്തിന് നല്ലതല്ല. ഓക്കെ, അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകൾ രണ്ടും മുൻവശത്തേക്ക് ഫേസ് ചെയ്തുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിക്കുക. എന്നിട്ട് മുട്ടിൽ ഭാഗം വെച്ചിട്ട് നമ്മുടെ അപ്പർ ആമിൻ്റെ അടുത്തേക്ക് കൈകൾ മുന്നോട്ട് മടക്കി കൊണ്ടുവരിക. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് കൈകളിലും ഒരു ഭാരം ഉള്ളതുപോലെ നമ്മൾ എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് ഇങ്ങനെ മടക്കുക. അങ്ങനെ അതങ്ങനെ മടക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 25 തവണ അല്ലെങ്കിൽ 50 തവണ നമ്മൾക്ക് പറ്റുന്നിടത്തോളം ചെയ്യുക. 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അങ്ങനെ ഇത് നമുക്ക് കഴിയുന്ന അത്രയും 50 തവണ, സാധാരണഗതിയിൽ 50 തവണ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് ആ ഒരു ദിവസവും രാവിലെയും വൈകുന്നേരം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ ബൈസെപ്സ് മസിൽസിന് നമ്മൾ സാധാരണ ജിമ്മിലൊക്കെ പോയിട്ട് ഡംബൽ പൊക്കുന്ന ഏതാണ്ട് ഒരു ഇഫക്റ്റ് ഒരു ഇൻസ്ട്രുമെൻസോ അല്ലെ വെയിറ്റോ ഇല്ലാതെ തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മളെ പെക്ടറൽ മസിൽസിന്, അതായത് ചെസ്റ്റ് മസിൽസുകൾക്കും ഷോൾഡർ മസിലിനും ബൈസെപ്സിനും ഒക്കെ തന്നെ അതുകൊണ്ട് വ്യായാമം ഉണ്ടാകും. ഇതിലെ ഷോൾഡറുകളുടെയും അതുപോലെ തന്നെ കൈകളുടെയൊക്കെ എക്സസൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഈ പ്രമേഹ രോഗികളും ഇവൻ അല്ലാത്തവർക്കും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് പെരിയാർത്രൈറ്റിസ് ഷോൾഡർ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ
അഡോസി കാപ്സുലൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഷോൾഡറിൻ്റെ പ്രശ്നങ്ങൾ, സ്റ്റിഫായി പോകുന്നത്, ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരം അതിൻ്റെ ചികിത്സാർത്ഥമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടും അത് പിന്നീട് ഒരിക്കൽ വന്നയാൾക്ക് പിന്നീട് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു അതും കൂടി പരിഗണിച്ചിട്ടാണ് ആ എക്സസൈസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽബോ നീ ക്രഞ്ച് അല്ലെങ്കിൽ നീ എൽബോ ക്രഞ്ച് എന്ന് പറയുന്ന ടൈപ്പ് എക്സസൈസാണ്. അതായത് കൈകൾ തലയുടെ ഇരുവശങ്ങളിലായിട്ട് കൈവിരലുകൾ മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ നിൽക്കുക. എന്നിട്ട് ഒരു കാലിൻ്റെ മുട്ട് മറുവശത്തെ കൈമുട്ടിനടുത്തേക്ക് പൊക്കിക്കൊണ്ടുവരിക. അപ്പം ബോഡി കുറച്ച് ആ മുട്ടിനടുത്തേക്ക് കാൽമുട്ടിനടുത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് വശത്തേക്കും മാറി മാറി ചെയ്യുക. അത് കണ്ണടച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ബാലൻസിൻ്റെ പ്രശ്നമുള്ളവർക്ക് കണ്ണ് തുറന്ന് ചെയ്ത് ശീലിച്ചതിന് ശേഷം കണ്ണടച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തേക്കുമായിട്ട് 25 തവണ വീതം ചെയ്യുക. 18, 19, 20, 21, 22, 23, 24, 25 അങ്ങനെ 25 തവണ ഓരോ വശത്തേക്കുമുള്ള എക്സസൈസ് ചെയ്തതിന് ശേഷം ഇത് ഓരോ എക്സസൈസ് കഴിയുമ്പോഴും ഒരു 40 സെക്കൻഡ് നമ്മൾ ശ്വാസം മുകളിലോട്ടെടുത്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന, ശ്വാസം മുകളിലോട്ടെടുത്തൊന്ന് വിശ്രമിക്കുന്നതല്ല, ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതല്ലാണ് ഇങ്ങനത്തെ ആയാസമുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ. കിതച്ചുകൊണ്ട് ചെയ്യരുത്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്വാസം പിടിച്ചു വെക്കരുത്, ശ്വസിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലുകളുടെ എക്സസൈസാണ്. മൊത്തം കാലുകൾ ഒരു സപ്പോർട്ടിനായിട്ട് ഒരു ചെയർ സൈഡിൽ വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പിടിക്കാനുണ്ടാവണം, ബാലൻസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ കാല് അടുപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു കൈകൊണ്ട് സപ്പോർട്ട് ചെയറിൽ പിടിക്കുക. വലത്തെ കാലാദ്യം മുൻഭാഗത്തേക്ക് മാക്സിമം മുൻഭാഗത്തേക്ക് പൊക്കുക. അത് മുട്ട് വളച്ച് പൊക്കുന്നതാണ് നല്ലത്. മുട്ട് സ്റ്റിഫാക്കിയിട്ട് വെച്ചിട്ട് പൊക്കാൻ പറ്റാത്തവർക്ക് മുട്ട് വളച്ച് പൊക്കാം. നേരെ പൊക്കാൻ പറ്റുന്നവർക്ക് നേരെ പൊക്കാം. പരമാവധി മേലോട്ട് പൊങ്ങുന്ന അത്രയും പൊക്കാം. എന്നിട്ട് ബാക്കോട്ടും അതേപോലെ തന്നെ മാക്സിമം ബാക്കോട്ട് കൊണ്ടുപോവുക, പിന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ നമ്മളൊരു 25 തവണ മുൻഭാഗത്തേക്കും ബാക്കോട്ടും പിൻഭാഗത്തേക്കുമുള്ള മൂവ്മെൻറ്റ് ഒരു 25 തവണ ഒരു ഭാഗത്ത് ചെയ്യുക. പരമാവധി മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് മസിൽസിന് നല്ല വ്യായാമം കിട്ടും. തുടയുടെ മസിൽസിനും ഹിപ്പ് മസിൽസിനും അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനും ബാക്കിലത്തെ നമ്മുടെ ട്രങ്ക് മസിൽസിനൊക്കെ ഇത് നല്ല വ്യായാമം കൊടുക്കും. ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൊണ്ട് നമ്മൾ അതേ വ്യായാമം റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് മുന്നോട്ട് പിന്നോട്ട്, മാക്സിമം പിന്നോട്ട് പോകണം കാല്. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 അങ്ങനെ നമ്മൾ പരമാവധി 25 തവണ ചെയ്യുക. പിന്നെ വശങ്ങളിലേക്കാണ് ഇനി കാലുകൾ ഉയർത്തേണ്ടത്. ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് നമ്മൾ കാലുകൾ ഉയർത്തുക. പരമാവധി ഹിപ്പിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 പറ്റുന്നത്രയും അകത്തുക. അത് എല്ലാ ആൾക്കാർക്കും ഇത്ര തന്നെ കാണിക്കുന്ന അത്രയും ചെയ്യാൻ തുടക്കത്തിൽ പറ്റിയെന്ന് വരില്ല. സാവകാശം അങ്ങനെ സാധിക്കുന്നതാണ്. ഇനി ചെയർ മറുവശത്ത് നിന്നിട്ട് മറ്റേ കാല് സൈഡിലേക്ക് ഇതുപോലെ ഉയർത്തുക. 3, 4, 5, 6, 7, 8, 9, 10. ഇത് നമ്മുടെ തുടയുടെ സൈഡിലുള്ള മസിലുകൾക്ക്, നമ്മുടെ ട്രങ്കിൻ്റെ അതായത് നമ്മുടെ ബോഡിയുടെ സൈഡിലുള്ള മസിലുകൾക്ക്, ഹിപ്പിൻ്റെ മസിലുകൾക്കൊക്കെ തന്നെ ഇത് വ്യായാമം കൊടുക്കും. അങ്ങനെ 25 തവണ ഓരോ വശങ്ങളിലേക്കും ടോട്ടൽ 50 ആയിട്ട് സൈഡിലേക്കും 50, 25 വീതം ഓരോ കാലിലും മുന്നോട്ടും പിന്നോട്ടുമായിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ അതാണ് പാദങ്ങൾക്കുള്ള ഒരു എക്സസൈസ്. അടുത്തതായിട്ട് നമ്മൾ കാലുകളുടെ തന്നെ എക്സസൈസുകൾ. നേരത്തെ മുൻഭാഗത്ത് നമ്മൾ കണ്ടിരുന്നത് മുന്നോട്ട് കാല് നീട്ടിപ്പിടിച്ച് പൊക്കിയതാണെങ്കിൽ ഇത് കാൽ മുട്ട് മടക്കിക്കൊണ്ട് മുന്നോട്ടും മുട്ടുഭാഗം നെഞ്ചിനോട് മാക്സിമം അടുപ്പിച്ച് പൊക്കുകയും ബാക്കോട്ട് പരമാവധി സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. ഇത് നമ്മൾ 25 പ്രാവശ്യം ഒരു ഭാഗത്തും 25 പ്രാവശ്യം
മറ്റു ഭാഗത്തും ചെയ്യാം. വേണമെങ്കിൽ 50 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന ആൾക്ക് 50 പ്രാവശ്യം ചെയ്യാം. അതിൽ എത്ര തവണയാണോ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഹിപ്പ് മസിൽസിനും അബ്ഡോമിനൽ മസിൽസിനും ബാക്കിലത്തെ പാരാസ്പാനൽ മസിൽസിനും നമ്മുടെ നട്ടലിന് ചുറ്റുമുള്ള മസിൽസുകൾക്കൊക്കെ തന്നെ ഭയങ്കര ബലം കൊടുക്കുന്ന വ്യായാമമാണ്. അത് റെഗുലറായിട്ട് ചെയ്യുക. ഒരു സൈഡിൽ ചെയ്തതിന് ശേഷം മറുവശത്തേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അത് പരമാവധി തുടഭാഗം നെഞ്ചിനോട് അടുപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കോട്ട് കാല് പരമാവധി സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. 23, 24, 25. അപ്പം അതാണ്, ഇത്രയുമാണ് നമ്മുടെ വ്യായാമങ്ങൾ. ഈ വ്യായാമങ്ങൾ തന്നെ ദിവസേന നമ്മൾ നിത്യവും രാവിലെയും വൈകിട്ടും പറ്റുന്നവർക്കെല്ലാം വൈകിട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് ജീവിതശൈലി രോഗങ്ങൾക്കും അല്ലാതെ തന്നെ ആരോഗ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രമേഹത്തിൻ്റെ കൺട്രോളിനും ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ടുള്ള രക്തോട്ടൊഴുക്കം കൂടാനും ശരീരത്തിൻ്റെ മസിലുകളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ പ്രശ്നങ്ങളുള്ളവർക്ക്, പ്രഷറുള്ളവർക്ക് ഒക്കെ തന്നെ എല്ലാ ആൾക്കാർക്കും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടിന് തേയ്മാനമുള്ളവർക്ക്, നട്ടലിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് എല്ലാ ആൾക്കാർക്കും ഉപകാരപ്രദമായിട്ടുള്ളതും ആർക്കും ഉപദ്രവമില്ലാത്തതായിട്ടുള്ളൊരു എക്സസൈസാണത്. പ്രത്യേകിച്ചും ഈ എക്സസൈസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കാൽമുട്ടുകൾ തേയ്മാനമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നട്ടലിന് ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക്, അങ്ങനത്തെ ആൾക്കാർക്കും കഴുത്തിൻ്റെ പ്രശ്നമുള്ള, അങ്ങനെ എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യായാമ മുറകൾ മാത്രമാക്കിയിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ അത്തരം ബുദ്ധിമുട്ടുകളുള്ളവർക്ക് തീരെ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതല്ല അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ, ഈ വ്യായാമത്തിൻ്റെ കൂടെ തന്നെ ദിവസേന ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് നമ്മൾ നടക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ബ്രിസ്ക് വാക്കിംഗ് കൂടി ഉണ്ടെങ്കിൽ വളരെ ഉത്തമമായി. പിന്നെ മറ്റൊരു വ്യായാമത്തിൻ്റെയും നമുക്ക് ആവശ്യം ശരിക്കും വരില്ല. അപ്പോൾ ഇത് ദിവസവും നിത്യേന എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി ഇതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.